ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ നേര്യമംഗലത്ത് അഗ്നിരക്ഷാ നിലയം സാധ്യമാകുന്നതോടെ നേര്യമംഗലം വനമേഖലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ അഗ്നിരക്ഷാ സേനയുടെ സേവനം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. നിലവിൽ നേര്യമംഗലം വനമേഖലയിൽ എവിടെയെങ്കിലും ഏതു തരത്തിലുള്ള അപകടമുണ്ടായാലും കോതമംഗലത്ത് നിന്നോ അടിമാലിയിൽ നിന്നോ അഗ്നിരക്ഷാ സേന എത്തേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ നേര്യമംഗലത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു. നേര്യമംഗലത്ത് അഗ്നിരക്ഷാ നിലയം സാധ്യമാകുന്നതോടെ നേര്യമംഗലം വനമേഖലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ അഗ്നിരക്ഷാ സേനയുടെ സേവനം ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. നിലവിൽ നേര്യമംഗലം വനമേഖലയിൽ എവിടെയെങ്കിലും ഏതു തരത്തിലുള്ള അപകടമുണ്ടായാലും കോതമംഗലത്ത് നിന്നോ അടിമാലിയിൽ നിന്നോ അഗ്നിരക്ഷാ സേന എത്തേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നേര്യമംഗലം വനമേഖലയിൽപ്പെട്ട 14 കിലോമീറ്റർ ദൂരത്തിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ മരങ്ങൾ വീണാൽ പോലും അഗ്നിരക്ഷാ സേന എത്തണം. അഗ്നിരക്ഷാ സേനയ്ക്ക് പ്രത്യേക അതിരുകളില്ല. അപകട സ്ഥലത്തേക്ക് എളുപ്പത്തിലെത്താവുന്ന രക്ഷാനിലയം ഏതാണോ അവരാണ് ആദ്യം ഓടിയെത്തുക. നിലവിലെ സാഹചര്യത്തിൽ വാളറ വരെ എളുപ്പത്തിലെത്താൻ നേര്യമംഗലത്തെ അഗ്നിരക്ഷാ സേനയ്ക്ക് കഴിയും. നേര്യമംഗലത്ത് നിന്ന് വാളറ വരെ 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരത്തിലാണ് വനമേഖല. ഇതുവഴി നേര്യമംഗലം വനമേഖലയിൽ എവിടെയും അത്യാഹിതമുണ്ടായാൽ നേര്യമംഗലം സേനയ്ക്ക് എളുപ്പത്തിലെത്താൻ കഴിയും. അടിമാലിയിൽ നിന്ന് നേര്യമംഗലത്തേക്ക് 30 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനാൽ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും സമയബന്ധിതമായി അടിമാലിയിലെ രക്ഷാസേനയ്ക്ക് എത്താൻ സാധിക്കാത്തതും വലിയ പ്രശ്നമായിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.